നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. എനിക്കൊരു റിക്വസ്റ്റ് വന്നിരുന്നു, അതിനനുസരിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇത് അവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ്, അവരുടെ ബന്ധത്തിൻ്റെ ഓവറോൾ എനർജിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യുന്നില്ല. റെസനേറ്റ് ചെയ്താൽ തന്നെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു റീഡിംഗ് വെച്ചിട്ട് നിങ്ങൾ ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. അപ്പോൾ സെലക്ട് ചെയ്തോളൂ. നമുക്ക് ഒന്നാമത്തെ റീഡിംഗ് കാർഡ് എടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനേ നമഃ ശിവായ, നമഃ ശിവായ, ഓം 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 നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനേ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്പിരിച്വൽ മെസ്സേജാണ്, ഓറക്കിൾ മെസ്സേജാണിത്. ഭഗവാനേ നമഃ ശിവായ, ഓം 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 നമഃ ശിവായ. കാർഡ്സ് ഓക്കെ, ഇനി കാർഡ്സ് വീഴുമെന്ന് നോക്കാം. ഞാൻ കാർഡ്സ് വീഴുന്നില്ല എന്ന് പറഞ്ഞപ്പോഴൊരു കാർഡ് വീണതാണ്. ഒരു കാർഡേ വീണിട്ടുള്ളൂ. അപ്പോൾ ഈ കാർഡ് എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മറ്റേ ആൾക്ക് മനസ്സിലാവുക, അതിനുള്ള റിപ്ലൈ അയാൾ തരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി, അങ്ങനെയാണ് കോൺവെർസേഷൻ മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ചില സമയത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. കാരണം വാക്കുകൾ മുഴുവനായിട്ട് പറയില്ലായിരിക്കും. അത് ഇത് എന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് ആ ബുക്ക് എവിടെ, ഞാൻ അന്ന് തന്ന ബുക്ക് എവിടെ എന്നിട്ട് ആ ബുക്ക് എവിടെ മീൻസ് ഒരു അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ മറ്റേ ആൾക്ക് മനസ്സിലാവില്ല എന്താണ്. അപ്പോൾ ദേഷ്യം വരും. മറ്റേ ആൾക്ക് എന്താ ചോദിച്ചത്, എനിക്ക് മനസ്സിലായില്ല, വിശദമായിട്ട് പറയൂ എന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് ജിപ്സി ഓറക്കിൾ കാർഡ്സ് ആണ്. നമുക്കിതൊന്ന് നോക്കാം. ജിപ്സി ഓറക്കിൾ മെസ്സേജസ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുകളോ നിങ്ങളുടെ സിറ്റുവേഷനോ ഇതൊക്കെയാണ് കാണിക്കുക. ശത്രുക്കളോ മിത്രങ്ങളോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ, നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ടോ, എന്ത് തരം റിലേഷൻഷിപ്പിൽ, ഒരു ബിസിനസ് ഫോർമൽ റിലേഷൻഷിപ്പാണോ, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പാണോ, അതൊക്കെ പറയും. പ്ലഷർ സീക്കേഴ്സ്, നിങ്ങളുടെ കൂടെയുള്ളവർ മിക്കവരും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്നാണ് പറയുന്നത്. അതാണ് പ്ലഷർ സീക്കേഴ്സിൻ്റെ ഇത് പറയുന്നത്. അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ സന്തോഷമുള്ളപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കും, സങ്കടമുള്ളപ്പോൾ അവർ വേറെ ആൾക്കാരുടെ പുറകെ പോകും. നമ്മളുടെ കൂടെ എപ്പോഴും സ്ഥായിയായിട്ട് ഉണ്ടാവില്ല. ഒരു ലോഡ്, ഒരു ചിലപ്പോൾ വീട്ടുടമസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആർക്കാണോ കൂടുതൽ പ്രോമിനൻസ് ആ പേഴ്സൺ ആയിരിക്കാം. ഒരു ഫോർച്യൂൺ കാണിക്കുന്നുണ്ട്. കുറേ പൈസ കിട്ടാനോ ആരെങ്കിലും നിങ്ങളുടെ പേർക്ക് എന്തെങ്കിലും എഴുതി വെക്കാനോ ഒക്കെ അത് നിങ്ങൾ അറിയാനോ ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. റിയൂണിയൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് പൈസ തന്നെയാണ്. അപ്പോൾ കുറേ പൈസ നിങ്ങളുടെ അടുത്തേക്ക്, ചിലപ്പോൾ ഡിവോഴ്സിൻ്റെ ചിലപ്പോൾ സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ചിലർക്ക് റിയൂണിയൻ ഉണ്ടാവും, ഡിവോഴ്സിലേക്ക് പോവില്ല. മനസ്സിലായോ? അപ്പോൾ കുറേ പണം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. സൂക്ഷിച്ച് ചിലവാക്കുക. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓവറോൾ എനർജി 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. മനസ്സിലായി? ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ഇത് വേണോ അത് വേണോ ഇത് വേണോ അത് വേണോ എന്ന് പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനിലാണോ ആരോ, അവർ തമ്മിലേതാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അവർ തമ്മിൽ. അപ്പോൾ
വളരെ ഡിസിഷൻ എടുക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്ന് രണ്ടു പേർക്കും ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഡിസിഷൻ എടുക്കുമ്പോൾ വളരെ ആലോചിച്ചിട്ട് അളന്ന് തൂക്കി വേണം ഡിസിഷൻ എടുക്കാൻ. പിന്നീട് അതൊരു പ്രശ്നത്തിലേക്ക് പോകരുത് എന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ഈ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ടൈപ്പ് ഒരാളല്ല നിങ്ങളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ഇത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് സോഡിയാക് സൈൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പിന്നെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, പിന്നെ അവർ രണ്ടുപേരുടെയും ഓരോരുത്തരുടെയും ഉദ്ദേശം എന്താണ്, ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിന്ന് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ അവരുടെ ഇപ്പോഴത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. അത്രയുമാണ് നമ്മൾ നോക്കുക. ഓക്കെ, ഇവിടെ ഒരാൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള എനർജി നോക്കുമ്പോൾ തേർഡ് പാർട്ടി ആണോ നിങ്ങളുടെ പേഴ്സൺ ആണോ എന്നറിയില്ല, വളരെ സ്ട്രോങ് ആയിട്ട് പതുക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന, വളരെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. മറ്റേത് കുതിച്ച് പായുന്ന ഒരു എനർജിയാണ്, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്, പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇവർ നിങ്ങളുടെ പേഴ്സണോട് വഴക്കുണ്ടാക്കും. നിങ്ങളുടെ പേഴ്സൺ വഴക്കില്ലാതിരിക്കാൻ, നിങ്ങളുടെ പേഴ്സണ് പൊതുവെ വഴക്കുകൾ ഇഷ്ടമല്ല. അപ്പോൾ അത് വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അത്ര ഹാപ്പി അല്ല എന്നാണ് ഈ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. ക്യാൻസർ സോഡിയാക് സൈനാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ക്ഷമയില്ലായ്മ, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം, പിന്നെ കുറച്ച് അസൂയ, സംശയം, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജി ആയിരിക്കാം അത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു വിശ്വാസം ആണ്, ഒരു ട്രസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടില്ല, അതുപോലെ വളരെ മെച്യൂർഡായിട്ട് പെരുമാറും എന്നൊക്കെ ഒരു എക്സ്പെക്റ്റേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, റിലേഷൻഷിപ്പ് സീക്രട്ടായിട്ട് വെക്കാൻ കഴിവുള്ള ഒരാൾ, നാട് മുഴുവൻ നടന്ന് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാത്ത ഒരാൾ, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമോഷണലി മെച്യൂർഡ് ആയൊരു ആളായിരിക്കണം നിങ്ങളുടെ പേഴ്സണിൻ്റെ തേർഡ് പാർട്ടി എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്ന തേർഡ് പാർട്ടി വളരെ എക്സാക്ട്ലി ഓപ്പോസിറ്റാണ്. വളരെ ഇമോഷണലായ, വളരെ ഇൻസെക്യൂരിറ്റി കൂടുമ്പോഴാണ് നമ്മൾ റൂമർ സ്പ്രെഡ് ചെയ്യുക. ഈ പേഴ്സണായിട്ട് എനിക്ക് റിലേഷൻഷിപ്പാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഈ പേഴ്സണിൽ നിന്ന് അകന്ന് നിൽക്കുക. ഈ പേഴ്സൺ ഓൾറെഡി എന്നോട് റിലേഷൻഷിപ്പിലാണ് എന്ന് നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത്. മറ്റുള്ളവർ ഈ പേഴ്സണിൻ്റെ അടുത്തേക്ക് വരാതിരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളെയും ഈ പേഴ്സണിൽ നിന്ന് അകറ്റുക. ഇതാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. ഭയങ്കര കണ്ണിങ് ആയൊരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കാത്തത് റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഇവിടെ അക്വേറിയസ് സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ്? തേർഡ് പാർട്ടി ഭയങ്കര മാനിപ്പുലേറ്റീവാണ്, വളരെ പ്ലാനിങ്ങോട് കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ് ഈ തേർഡ് പാർട്ടിക്ക്? തേർഡ് പാർട്ടി ഒരാളായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അത് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടി ഭയങ്കര മാനിപ്പുലേറ്റീവാണ്, ഭയങ്കരമായിട്ട് അഭിനയിക്കും, ഇല്ലാത്ത സ്നേഹം കാണിക്കുക, സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തൊക്കെ, അതൊക്കെയാണ് തേർഡ് പാർട്ടിയുടെ മെയിനായിട്ടുള്ള ഡ്രാമ. ഭയങ്കര ഡ്രാമ കാണിക്കുന്ന ഒരു എനർജിയാണ്, വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് കൂടുതലാണ്.
ഒരാൾക്കും ഫ്രീഡം കൊടുക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ. എപ്പോഴും അവർ കൺട്രോൾ ചെയ്യാൻ നോക്കും മറ്റേ ആളെ. അങ്ങനത്തെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻ 24 മണിക്കൂറും ഇവരോട് സംസാരിക്കുന്ന, ഇവർക്ക് അവൈലബിൾ ആകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണമെന്നാണ് തേർഡ് പാർട്ടിക്ക്. വെറുതെ അല്ല നിങ്ങളുടെ പേഴ്സൺ അകന്ന് നിൽക്കുന്ന ഒരു ജെമിനായി കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കാണിച്ചില്ലേ 2 ഓഫ് പെൻറ്റക്കിൾസ്. ആ എനർജി നിങ്ങളുടെ പേഴ്സണാണ്. പേഴ്സൺ ആലോചിക്കുകയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകണോ. തേർഡ് പാർട്ടിയെ മാക്സിമം റെസിസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നുണ്ട്. തേർഡ് പാർട്ടി കൂടുതൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട്, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള സീക്രട്സ് ഒക്കെ അറിയാൻ തേർഡ് പാർട്ടിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതൊക്കെ ഒരു പവറാണ് അവർക്ക്. ആ പവറ്, നമ്മളുടെ സീക്രട്സ് മാക്സിമം നമ്മൾ ആരോടും പറയാതിരിക്കുക. അല്ലെങ്കിൽ അത്രയും നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ള, വിശ്വാസമുള്ള ആളുകളോട് മാത്രം പറയുക. തേർഡ് പാർട്ടിയോട് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ പൊതുവെ സീക്രട്സ് പുറത്ത് പറയാത്ത ആളാണ്. ഉള്ളിലെ ഫീലിങ്സും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാത്തൊരു എനർജിയാണ്. തേർഡ് പാർട്ടി അത് മാക്സിമം അത് എടുക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ പേഴ്സണിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ പേഴ്സണെതിരായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് കുറച്ച് അകന്നാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ റിലേഷൻഷിപ്പിൽ വന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇതിനെക്കുറിച്ച് കുത്തിയിരുന്ന് ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്താണ് ഉദ്ദേശം, ഇവർ ഞാൻ വിചാരിച്ച പോലെ ഒരു എനർജി അല്ലല്ലോ എന്നൊക്കെ ഒരു മനസ്സിൽ സംശയം നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കണം. അതിന് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവർ ഈ തേർഡ് പാർട്ടി ആണോ പെണ്ണോ അറിയില്ല. തേർഡ് പാർട്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, സെൻറ്റിമെൻ്റൽ വർക്കൗട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്നും രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാജിക്കും മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങൾ തേർഡ് പാർട്ടി നോക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ പേഴ്സണോടുള്ള തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ്. കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെ ധനികയോ ആയ ഒരു എനർജിയാണ്. ഇഷ്ടംപോലെ പണമുണ്ട്. അപ്പോൾ അത് കൈക്കലാക്കുക എന്നതാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. മാക്സിമം അവർക്ക് പിടിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ചാൻസ് ആണ്, നല്ലൊരു റിലേഷൻഷിപ്പാണ് എന്ന ഇതിൽ തന്നെയാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കാനോ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിട്ട് സ്വന്തമാക്കാനോ ആണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എന്താണ് പേഴ്സൻ്റെ ഉദ്ദേശം? ഇത്രയും കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പേഴ്സൺ പൊതുവെ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായൊരു എനർജിയാണ്. ഇമോഷണലി നല്ല ബാലൻസ്ഡ് ആയ ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു സഹതാപത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. പൊട്ടിമുളച്ച ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ തേർഡ് പാർട്ടി ചില റിലേഷൻഷിപ്പിൽ, ഇപ്പം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഈ റഷ്യൻസ് ആയിട്ടും നമ്മളുടെ നാടല്ല ഇന്ത്യൻ അല്ലാത്ത ആളുകളായിട്ട് റിലേഷൻഷിപ്പ്, അവരുടെ ജീവിത സ്റ്റൈല് തന്നെ വ്യത്യാസമുണ്ട്. അവരെല്ലാം മിക്കവരും ഡ്രഗ്സ് ഒക്കെ എടുക്കുന്നവരാണ്. അപ്പോൾ എന്ത് പറ്റുന്ന പറയാം, നമ്മൾ ആ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഒരു ജീവിത രീതി ഉണ്ട്. ചിലർ അവരുടെ ജീവിതം അവരുടെ കൺട്രോളിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരാണ് സക്സസ്ഫുൾ ആവുക. അങ്ങനെയുള്ളവർ മറ്റുള്ള സബ്സ്റ്റൻസ് അവരെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കില്ല. എന്ത് ഡ്രഗ്സ് ആണെങ്കിലും വെള്ളം അടിയാണെങ്കിലും ഒരു ലിമിറ്റിലായിരിക്കും. ഒന്നില്ലെങ്കിൽ അവർ അതിനകത്ത് കയറില്ല, അല്ലെങ്കിൽ അവർ ഒരു ലിമിറ്റിൽ വയ്ക്കും. ഒരു ചിട്ട ദിനചര്യയുണ്ട്, അവരൊരു ചിട്ട. അപ്പോൾ ഫോറിൻ ഇതായിട്ട് നമ്മൾ അപ്പോൾ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇവിടെ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് കണക്ഷൻ വെക്കുമ്പോൾ അവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷനും പുറമേ നിന്ന് അവരെ കണ്ടപ്പോൾ ഉള്ള ഒരു എക്സ്പെക്റ്റേഷനും പലതായിരുന്നു. പക്ഷേ അവരുമായി അടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതചര്യയായിട്ട് പേഴ്സണ് യോജിച്ച് പോകാൻ പറ്റില്ല, മൈൻഡ് സെറ്റ് ശരിയാവില്ല എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നാലും അവരോടൊരു പ്രൊട്ടക്റ്റീവാണ്. അവർ കുറച്ച് ചിലപ്പോൾ ഇന്നസെൻ്റ് ആയ ആളായിരിക്കും നിങ്ങളുടെ ആ തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവുന്നുണ്ട്, അവരുടെ ഗതികേടോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പക്ഷെ അവരെപ്പോഴും പാർട്ടിയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഏത് നേരവും അവർക്ക് ഷോപ്പിംഗ് ചെയ്യണം, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു എനർജിയാണ്. പൈസ വരുന്നതിൽ കൂടുതൽ ചിലവാക്കുന്ന.
നല്ല നല്ല ഡ്രസ്സ് വേണം, ടൂറ് പോകണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ലോണം വെള്ളം അടിക്കണം, നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. അത് നിങ്ങളുടെ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മിക്കവാറും ഈ റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നമുക്ക് ആദ്യം തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്? ഇതാണ് ഉദ്ദേശം, നമ്മൾ കണ്ടു ഓൾറെഡി. എന്നാലും നമുക്കൊന്ന് ചോദിക്കാം. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ലവ് ഒന്നുമില്ല, മനസ്സിലായോ? പക്ഷേ തേർഡ് പാർട്ടിക്ക് ഒരു നമ്മളെപ്പോഴും ഈ ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പലരുടെയും പല കോൺസെപ്റ്റാണ്. ചിലർക്ക് ലവ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എനർജിയാണ്. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെപ്പോലെ വേറെ ആർക്കും അയാളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു കൺട്രോളായി. അത് ലവ് അല്ല, അതൊരു കൺട്രോളിങ് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ നീ പൊക്കോ എൻ്റെ അടുത്ത് നിന്ന്, പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കില്ല എന്ന് അയാളോട് പറയുമ്പോൾ അയാളെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ലവ് അല്ല, മനസ്സിലായോ? ലവ് എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലാണ്, അവരെ ഫ്രീ ആയിട്ട് വിടുകയാണ്, അവരുടെ സ്പേസ് ഒരാളെ മനസ്സിലാക്കുക, അതാണ്. ഇവിടെ തേർഡ് പാർട്ടി അതല്ല ചെയ്യുന്നത്. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റിമെൻ്റലൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ഈ പേഴ്സണെ ഒന്ന് കറക്കിയെടുക്കുക. പണ്ടേ നമ്മൾ അപ്പോൾ ഇവർ നിങ്ങളുടെ പേഴ്സണോട് പറയുന്നുണ്ട് സോൾമേറ്റ് കണക്ഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്തോ പരിചയമില്ലെങ്കിൽ നേരത്തെ പരിചയമുള്ള പോലെ എന്നൊക്കെ സെൻറ്റി അടിക്കുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു ഡയലോഗാണ്. പക്ഷേ ആക്ച്വലി അവർക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് സ്നേഹമൊന്നുമില്ല. ഇവർ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു ഇതാണ് നോട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നമുക്ക് നോക്കാം. ഫൈനൽ ക്വസ്റ്റ്യൻ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കി തേർഡ് പാർട്ടിയിൽ നിന്ന് മാറിപ്പോകണമെന്ന് നിങ്ങളുടെ പേഴ്സണ് ഉദ്ദേശമുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ശരിക്കും രണ്ടുപേരും തമ്മിൽ സംശയത്തോടെയാണ് നോക്കുന്നത്. ഇവരിൽ നിന്ന് എങ്ങനെ പോകാമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ എങ്ങനെ പിടിച്ചു നിർത്താം എന്നാണ് തേർഡ് പാർട്ടി ആലോചിക്കുന്നത്. ഭയങ്കര കോൺട്രഡിക്ടറി ആണ്. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയെങ്കിലും ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തടഞ്ഞു വെക്കണം. എന്താണ് വഴി എന്നതിനെക്കുറിച്ചാണ് 24 മണിക്കൂർ ഈ തേർഡ് പാർട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അതൊരു തലവേദനയായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സിറ്റുവേഷൻ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രണ്ടുപേരും ഹാപ്പിയല്ല, രണ്ടുപേരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇനി നാളെ പോയി കളയുമോ എന്നൊരു ടെൻഷനുണ്ട്. അപ്പോൾ അവർ മാക്സിമം നിങ്ങളുടെ പേഴ്സണെ എന്തെല്ലാം വഴിയിലൂടെ ഇവിടെ തടഞ്ഞു വെക്കാം എന്നതിനെക്കുറിച്ചാണ് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഇവരറിയാതെ എങ്ങനെ ഇവരിൽ നിന്ന് ഊരിപ്പോരാം എന്നാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇവരെ പേടിയുണ്ട്, ഇവർ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ജെമിനായി സോഡിയാക് സൈൻ ഉണ്ട് ഇവിടെ. ജെമിനായി സ്ട്രോങ് ആണ് ഇവിടെ. പിന്നെ ഉള്ളത് അക്വയറിയസ് ആണ്. പിന്നെ ക്യാൻസർ സോഡിയാക് സൈനും കൂടിയുണ്ട്. ഇതാണ് ഒന്നാമത്തെ റീഡിങ്. നമ്മളിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓറക്കിൾ മെസ്സേജ് നോക്കാം നമുക്ക്. ഭവാനി, ഓക്കെ, രണ്ടാമത്തെ റീഡിങ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജിയാണ്. നമുക്ക് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭവാനി, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.
ഭഗവാനെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്, പുറമേ നിന്ന് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഒരു വലിയൊരു വ്യത്യാസം, ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ആളാണ്. കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഇടയിലും നല്ല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, കാരണം ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ കണ്ണിൽ കൊണ്ടുള്ള കാര്യം പിരുകത്തിൽ കൊണ്ട് മാറ്റുക എന്നതല്ല, അത് നടക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഇതിലും ചീത്ത ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ പോകേണ്ടത്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് പല കാര്യങ്ങളിലും തള്ളി തള്ളി നിങ്ങളെ സേഫാക്കി കൊണ്ടുപോകുന്നുണ്ട് ദൈവം. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിക്കാതെ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ള മെസ്സേജസ് പോസിറ്റീവായിട്ട് കാണുക. ദൈവം നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അപ്പോൾ പ്രശ്നങ്ങൾ ഇനിയും വരും കേട്ടോ, അത് നമ്മളുടെ കർമ്മഫലങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക. അപ്പോൾ കണ്ണിൽ കൊള്ളേണ്ടത് പിരുകത്തിൽ കൊണ്ട് മാറും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്. നമുക്കിനി ജിപ്സി ഓറക്കിളും കൂടെ നോക്കാം. ഭഗവാനെ, ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുകൾ, സിറ്റുവേഷൻസ് അതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഭഗവാനെ, ഒരു വെഡ്ഡിങ് കാണുന്നുണ്ടല്ലോ, ആരുടെയെങ്കിലും കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഒരു ഭാര്യയും കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട്, ഒരു റൂം കാണിക്കുന്നുണ്ട്, ലവ് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ഡോക്ടറും പേഷ്യൻറ്റിനെയും കാണിക്കുന്നുണ്ട്. ഇതെന്താണ് സിറ്റുവേഷൻ? നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണിത്. ഒരു മെലൻകളി, ഒരു സാഡ്നെസ് കാണിക്കുന്നുണ്ട്, അസുഖം, സ്നേഹം, ഒരു സ്ഥലം, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്ഥലം, ഭാര്യയും കുഞ്ഞും, ഒരു കല്യാണം, പള്ളിയുടെ മുമ്പിൽ വെച്ച്, അത് ഏത് ഇതാണെങ്കിലും ഏത് മതമാണെങ്കിലും. പിന്നെ ഒരാൾ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു, ഒരു സ്ത്രീയും കാച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ആരുടെയോ വിവാഹം കൊണ്ടിട്ട് ആർക്കോ വളരെയധികം ദുഃഖമുണ്ടാകാൻ പോകുന്ന പോലെ. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മൊത്തം കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെയോ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്, മനസ്സിലായി? ഇത് ലവ് അല്ല, ഇത് നമ്മളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ പലരെയും കരുക്കളാക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സ്വഭാവമാവാം. എന്തായാലും ഇവിടെ ഭയങ്കര കൺഫ്യൂഷനാണ്. പലരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് ഇവിടെ, ഒരാൾ മാത്രമല്ല. ഓക്കെ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ സോഡിയാക് സൈൻ ആണത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. സ്പൈയിങ്. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല. രണ്ടുപേരുടെ ജീവിതത്തിലും പലരും ഉണ്ടെന്നറിയാം. ഇവർ രണ്ടുപേരും പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിടിവലിയാണ് റിലേഷൻഷിപ്പിൽ. പിന്നെ അപ്പോൾ രണ്ടുപേർക്കും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും സംശയദൃഷ്ടിയോടെയാണ് രണ്ടുപേരും തമ്മിൽ നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പൈസ തേർഡ് പാർട്ടി മോഷ്ടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ പൈസ നിങ്ങളുടെ പേഴ്സൺ മോഷ്ടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പിടിച്ചു പറിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ വീട്ടിൽ പ്രശ്നമാണ്, ഭാര്യയ്ക്ക് അസുഖം, കുട്ടിക്ക് അസുഖം, അമ്മയ്ക്ക് അസുഖം, അച്ഛൻ അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലേതോ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് രണ്ടുപേർക്കും തമ്മിൽ വിശ്വാസമില്ല, വളരെ ഇത്തിരി സംശയത്തോടു കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഇവർ തമ്മിൽ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ് നിങ്ങളുടെ പേഴ്സണ്? നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയിൽ റിലേഷൻഷിപ്പിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ്? തലവേദന ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ കൂടുതൽ പണം ചിലവാക്കേണ്ടി വരാത്ത ഒരു റിലേഷൻഷിപ്പ്, എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിച്ച് പോരാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം വരുന്നില്ല,
ഒരു ലീഗൽ ബോണ്ടിൻ്റെ കാര്യം വരുന്നില്ല, തലവേദനയില്ല, എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാം. അതൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് അല്ല. മനസ്സിലായി? ചിലപ്പോൾ ഒരാളൊരു വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന, അവിടെ അവളുടെ കൊളീഗ് ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു കൊളീഗിന് താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് നോക്കുന്നു. രണ്ടുപേരും കൂടെ ഒരു വീട് ഷെയർ ചെയ്യുന്നു. മനസ്സിലായോ? അതിൻ്റെ റെൻറ്റ് ഷെയർ ചെയ്യുന്നു, ഫുഡിൻ്റെ എക്സ്പെൻസ് ഷെയർ ചെയ്യുന്നത് ആണും പെണ്ണുമാണെന്ന് ഇത്. കാരണം ഒരാൾക്ക് മാത്രമായിട്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ. അപ്പോൾ അതിനിടയിൽ കൂടെ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തലവേദന ഒന്നും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടത്. കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, വെറുതെ ഫുഡിൻ്റെ പൈസ ഷെയർ ചെയ്യാനും റെൻറ്റ് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇത് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ എന്താണ് എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? തേർഡ് പാർട്ടിക്ക് സ്റ്റക്ക് ആയിട്ടിരിക്കാൻ ആഗ്രഹമില്ല റിലേഷൻഷിപ്പ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും ഏകദേശം ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. ഇവിടെ ഒരു എന്താ പറയുക, തേർഡ് പാർട്ടി ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. മേ ബി വിവാഹം കഴിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഓൾറെഡി മാരീഡ് ആണ്, ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് പറയുമ്പോൾ നാളെ എൻ്റെ തലയിലാവില്ലല്ലോ എന്നൊരു ചിന്തയോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് തേർഡ് പാർട്ടി ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. നാളെ ഒരിക്കൽ വിവാഹം കഴിക്കേണ്ടി വരില്ല. കാരണം തേർഡ് പാർട്ടിക്ക് പല റിലേഷൻഷിപ്പ് ഉണ്ട്, ഒന്നിലും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഏകദേശം ഒരേ സ്വഭാവമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് രണ്ടുപേരും പറ്റിക്കാൻ നോക്കുന്നുണ്ട്. രണ്ടുപേരും ഇപ്പോൾ പൈസയുടെ കാര്യത്തിൽ മെയിനായിട്ട് ഫുഡിൻ്റെ ഇത്, ഈ മാസം എൻ്റെ അടുത്ത് സാലറി കിട്ടിയില്ല, അല്ലെങ്കിൽ കുറച്ച് സാലറി കിട്ടിയത് എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ അടുത്ത മാസം തരാമെന്ന് പറഞ്ഞിട്ട് അടുത്ത മാസം ഇതേ ഡയലോഗ് പറയുന്ന ഒരാളോ രണ്ടുപേരും അതുപോലത്തെ രണ്ടുപേരും കള്ളത്തരമുള്ള രണ്ട് എനർജീസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ തമ്മിൽ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സംശയത്തോടെ നോക്കുന്നത്. ഓക്കെ, പക്ഷേ ഉപേക്ഷിക്കാനും പറ്റില്ല. കാരണം വെച്ചാൽ വേറൊരാളെ തപ്പിപ്പിടിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് തലവേദനയായി മാറുന്നുണ്ട്. തേർഡ് പാർട്ടി കൺഫ്യൂഷൻ ഉണ്ട്, ഇതെങ്ങനെ ഒഴിവാക്കിയെടുക്കാം. വേറൊരാളെ തപ്പിപ്പിടിക്കണം. കാരണം റെൻറ്റ് മണി ഷെയർ ചെയ്യണം, ഫുഡിൻ്റെ എക്സ്പെൻസ് ഷെയർ ചെയ്യണം, ഇലക്ട്രിസിറ്റി ബില്ല് അത് ഇതൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെ വേറൊരാളെ എങ്ങനെ തപ്പിപ്പിടിക്കും? പലരും നോട്ടമുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഭയങ്കര തലവേദനയാണ്. പക്ഷേ ഇതിലും മോശമായിരിക്കാം ഇനി വരാൻ പോകുന്ന ആളുകൾ. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഹാപ്പി അല്ല നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോൾ? തേർഡ് പാർട്ടിയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. പക്ഷേ തേർഡ് പാർട്ടി പല പ്രാവശ്യവും വേണ്ട, ഇനി ഇങ്ങോട്ട് പോകണ്ട, മനസ്സിലായി, എൻ്റെ അടുത്ത് നിന്നാണ് കൂടുതൽ പൈസ ചിലവാകുന്നത് എന്നൊക്കെ വിചാരിച്ച് തേർഡ് പാർട്ടി പല പ്രാവശ്യം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ, ഈ വീട് ഉപേക്ഷിച്ച് പോകാനൊക്കെ വേറെ സ്ഥലങ്ങളൊക്കെ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. പിന്നെയും തിരിച്ച് ഇതിലേക്ക് തന്നെ വരേണ്ടി വരുന്നു. മനസ്സിലായി? പക്ഷേ തേർഡ് പാർട്ടി ഇത് വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. കാരണം ഇവർക്ക് ലോസ് വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ കാരണം. ഇപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഇതൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടി ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ അതുവരെ തള്ളി നീക്കിയാൽ മതിയല്ലോ എന്നൊരു സമാധാനം തേർഡ് പാർട്ടിക്കുണ്ട്. രണ്ടുപേരും കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? റിഗ്രറ്റ് ആണ് നിങ്ങളുടെ പേഴ്സണ്, മനസ്സിലായി? പക്ഷേ പണത്തിൻ്റെ ഇത് കൊണ്ടിട്ടാണ്. ഈ പണം, മെയിനായിട്ട് പണം, തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ നല്ല സാലറി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് വീട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ സ്പെൻഡ് ചെയ്തോളും, അവർ കൂടുതൽ പൈസ. അപ്പോൾ റിലേഷൻഷിപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യും എന്നൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നാശമായ എക്സ്പെക്റ്റേഷൻ ഒക്കെ. എന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ പേഴ്സണേക്കാളും പിശുക്കിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു മണ്ടത്തരമായിപ്പോയി, കാണുന്ന പോലെ അല്ല ഇവർ, ഭയങ്കര പിശുക്കാണ് എന്ന ഒരു, അതുപോലെ തന്നെ കുറേ കള്ളത്തരമുണ്ട്. അപ്പോൾ പറയുന്ന പൈസ പേ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് വെക്ക്, ബാക്കി പിന്നെ തരാമെന്നുണ്ട്. ആ പിന്നെ തരാമെന്ന് പറഞ്ഞ ആൾ അതിനെ പുറകെ നടക്കണം നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ഇവരുടെ അടുത്ത് നിന്ന് പൈസ കിട്ടുക എന്നുള്ളത്. അതിൻ്റേതായൊരു എന്താ പറയുക, റിഗ്രറ്റ് ഉണ്ട്, ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. തേർഡ് പാർട്ടി ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി. പേഴ്സൺ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഉള്ള ആ ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടിയുടെ
തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ, തേർഡ് പാർട്ടി മാക്സിമം നിങ്ങളുടെ പേഴ്സണൽ തലയിലേക്കാണ് പ്രശ്നങ്ങൾ കൊണ്ടുവയ്ക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടി ഒരു സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ, സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ആരാണെങ്കിലും അവർ കുറേ ചിലപ്പോൾ പല റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ എന്താ പറയുക, പലരും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇവർ താമസിക്കുന്നത് കൊണ്ട് ആർക്കും ക്ലിയർ അല്ല എന്താണെന്ന്, അവരോടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ആർക്കും ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും തേർഡ് പാർട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ തേർഡ് പാർട്ടി പലരിൽ നിന്ന് കടമൊക്കെ മേടിക്കുന്നുണ്ടാവും. പക്ഷേ ഇവരുടെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല. കാരണം വീട്ടിൽ ഓൾറെഡി ഒരു മെയിൽ എനർജി അല്ലെങ്കിൽ ഫീമെയിൽ എനർജി ഉള്ളത് കൊണ്ട് ഇവർക്ക് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റില്ല. അപ്പോൾ അതൊരു ധൈര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ചവിട്ടുപടിയാണ് അല്ലെങ്കിൽ ഒരു മറയാണ് തേർഡ് പാർട്ടിക്ക്. മറ്റുള്ളവർ തേർഡ് പാർട്ടിയെ അടിക്കാതിരിക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും ഉള്ളൊരു മറയാണ് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി കാണുന്നത്. പക്ഷേ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹവുമില്ല, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ്സും ഇല്ല. മനസ്സിലായോ? അപ്പോൾ വെറും മറ്റുള്ളവരിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് രണ്ടുപേരും. അതിന് മറയായിട്ട് രണ്ടുപേരെയും യൂസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അവരൊരു നെഗറ്റീവ് ഫേസിൽ കൂടിയാണ് പോകുന്നത്. മനസ്സിലായോ? വളരെയധികം ചതിയും വഞ്ചനയൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. രണ്ടുപേർക്കും വിശ്വാസമില്ല. രണ്ടുപേരും മേ ബി 2 ലോക്കറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. എൻ്റെ സാധനങ്ങൾ ഈ അലമാരയിൽ വെച്ച് പൂട്ടണം, അതിൻ്റെ താക്കോല് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കൊണ്ടു നടക്കും എന്നൊരു വിശ്വാസമില്ലായ്മ. കാരണം മറ്റേയാൾ രണ്ടുപേരുടെയും സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട്, കള്ളത്തരം പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? മറ്റേയാളുടെ അനുവാദമില്ലാതെ എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇവർക്ക്. ഇവർ ഹാപ്പിയല്ല, ഒട്ടും ഹാപ്പിയല്ല. ഇവർ വളരെ ഒരു ചീത്ത ഫേസിൽ കൂടിയാണ് ഇവർ റിലേഷൻഷിപ്പ് പോകുന്നത്. വളരെ നെഗറ്റീവായ ഒരു ഫേസിൽ കൂടിയാണ് പോകുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ നിങ്ങൾക്ക് നല്ലതാണ്. ഇവിടെ ലിയോ ഉണ്ട്. പിന്നെ അധികം സ്ട്രോങ് സോഡിയാക് സൈനൊന്നും ഇവിടെ വന്നിട്ടില്ല. ഭഗവാനെ, രണ്ടാമത്തെ റീഡിങ് അതായിരുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് എല്ലാമാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു ഷഫ്ലും കൂടെ ചെയ്യാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, നോക്കാം. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഇവിടെ കാർഡ് മറിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ കാർഡ് വരുമെന്ന് നോക്കാം. ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട് എന്തായാലും. നോക്കാം, ഇനി വരുമോ നോക്കാം. ഒരു ഷഫ്ലും കൂടെ ചെയ്ത് നോക്കാം. ഇല്ല, ഈ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ, ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ ഒരാളെ നോക്കി ചിരിക്കുമ്പോൾ അയാൾ നമ്മളെ നോക്കി ചിരിക്കുന്നില്ല, ആ ചിരി അയാൾ തിരിച്ചു തരുന്നില്ല. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്തൊരു അഹങ്കാരിയാണ്, ഞാൻ ചിരിച്ചിട്ട് എന്നെ ചിരിച്ചു പോലുമില്ല, മുഖം തിരിച്ച് നടന്നുപോയി. അത് ആ പേഴ്സൺ നമ്മളെ നോക്കി ചിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ നോക്കി ചിരിക്കുമ്പോൾ അവർ നിങ്ങളെ നോക്കി ചിരിച്ചില്ലെങ്കിൽ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ആലോചിച്ച് നടക്കുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ചിരിക്കുന്നത് അവർ കണ്ടിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അതോ അവർ ചിലപ്പോൾ മറ്റുള്ളവരുള്ള ദേഷ്യം നിങ്ങളോട് കാണിച്ചതായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ശീലമില്ലായിരിക്കാം ചിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതം വളരെയധികം പ്രശ്നമുള്ളതായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടാണ് പലരും പലതരത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത്.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ പേഴ്സൺ, നമ്മൾ ചിരിച്ചു, മനസ്സിലായോ? നമ്മൾ ചിരിച്ചപ്പോൾ നമ്മളുടെ സൈഡിൽ നിന്നുള്ള കർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിനുള്ള ഫലം അവർ തന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് അത്യാവശ്യ സമയം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ വന്ന് സമാധാനിപ്പിക്കാനോ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ ആരെങ്കിലും വരും. അതാണ് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. അതാണ് കർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. നമ്മൾ ആർക്ക് വേണ്ടിയാണോ കർമ്മം ചെയ്യുന്ന ആ പേഴ്സൺ നമുക്ക് തിരിച്ച് പ്രത്യുപകാരം ചെയ്യണമെന്നില്ല. അത് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ വേറെ പലരുടെയും രൂപത്തിൽ നമുക്ക് ആ ഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് യൂണിവേഴ്സ്. അപ്പോൾ ഇവിടെ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഒരു 10 രൂപ കൊടുത്താൽ അയാൾ എൻ്റെ അടുത്ത് നാളെ 10 രൂപയുടെ ഉപകാരം അയാൾ എനിക്ക് തരും എന്നൊരു ചിന്തയിലല്ല. അയാളായിരിക്കില്ല നമുക്ക് പ്രതിഫലം തരുന്നത്, വേറെ ഏതെങ്കിലും വഴിക്കായിരിക്കും നമുക്ക് പ്രതിഫലം കിട്ടുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം അങ്ങനെ മനസ്സിലാക്കി ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരാളെ ഞാൻ എന്തോരം സഹായിച്ചിട്ടുണ്ട് ആളെ, അത് നോക്കി എനിക്കൊരാവശ്യം വന്നപ്പോൾ അയാളെ സഹായിച്ചില്ല. പക്ഷെ നമ്മൾ വേറെ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, അത് ദൈവം അയക്കുന്നതാണ്. ഇയാളെ സഹായിക്കണം എന്നില്ല, മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചിട്ട് ഇയാളെ സഹായിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ അയാളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഗുണമില്ല എന്നാണ് പറയുന്നത്. അതാണ് കാർഡ് പറയുന്നത്. ഇനി നമുക്ക് ജിപ്സി ഓറക്കിൾ മെസ്സേജ് നോക്കാം. എന്തൊക്കെ മെസ്സേജസാണ്, കാർഡ്സാണ് നിങ്ങൾക്ക് വേണ്ടി ജിപ്സി ഓറക്കിളിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ. ദേവിയമ്മേ മഹാമായ, ദേവിയമ്മേ മഹാമായ, ദേവിയമ്മേ മഹാമായ. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം. സോറോ, സങ്കടം ഉണ്ട്. കൺസൊലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമാവുക, നമ്മൾ വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരിക്കുക, പക്ഷെ അതിന് പകരമായിട്ട് ദൈവം നമുക്ക്, അപ്പോൾ സോറോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിചാരിച്ച കാര്യം നടന്നിട്ടില്ല, അപ്പോൾ അതിന് സങ്കടപ്പെട്ടിരിക്കുക, പക്ഷേ വേറെ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിലും ബെറ്ററായ പ്രത്യാശ നശിക്കരുത്, ഹോപ്പ്. പിന്നെ ഒരു ഫോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഫോ, നമ്മുടെ ഫ്രണ്ടായിട്ടിരിക്കുന്ന ഒരാൾ നാളെ ശത്രുവായിട്ട് മാറാം. ഒരു വീട് കാണിക്കുന്നുണ്ട്, ഒരു ജേണി. ചിലപ്പോൾ നിങ്ങളൊരു യാത്ര പുറപ്പെടേണ്ടി വരാം, വളരെ നീണ്ട ഒരു യാത്ര, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് ആരോ വരുന്നുണ്ട്. ഫൈനൽ കാർഡ് മേർച്ചൻറ്റിനാണ് കാണിക്കുന്നത്. മേർച്ചൻറ്റ് എന്ന് പറയുമ്പം ചിലപ്പോൾ റിലേഷൻഷിപ്പിനെ ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ഒരാളായിരിക്കാം, മനസ്സിലായോ? അങ്ങനെ ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയായിരിക്കാം. ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ടല്ലോ, നിങ്ങളൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ പേഴ്സൺ നിങ്ങളെ പ്രത്യുപകാരം ചെയ്യണമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് അത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കും. അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമെന്നും കൂടെ കാണിക്കുന്നുണ്ട്. അതാണ് ആ മേർച്ചൻറ്റിനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എംപറർ പോലെയാണ്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അടക്കി വാഴണം എന്ന് വിചാരിക്കുന്ന, എല്ലാവരും എൻ്റെ കൺട്രോളിലിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ചക്രവർത്തി. അത് പോസിറ്റീവ് ഗുണവുമുണ്ട്, എനിക്ക് മാത്രമേ മറ്റുള്ളവരെ നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് കൂറുള്ളവരെല്ലാം ഞാൻ വളരെയധികം സഹായിക്കും എന്നൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. നെഗറ്റീവ് സൈഡ് വരുമ്പം വളരെ കൺട്രോളിങ് ആയൊരു എനർജി, ആർക്കും ഫ്രീഡം കൊടുക്കാത്തൊരു എനർജിയും കൂടിയായിട്ട് മാറും ഈ ചക്രവർത്തി. ഇതൊരു അച്ഛനാവാം, കുട്ടികളുള്ള ഒരാളാവാം, ഇതൊരു വളരെ ധനികനായ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. പെണ്ണോ ആണോ ആവാം, എനർജിയാണ്. വളരെയധികം പണമുള്ള ഒരു എനർജിയാണ്, വളരെയധികം പ്രസ്ഥാനങ്ങളുള്ള, ഇഷ്ടംപോലെ ബിസിനസ്സുള്ള, കമ്പനി ഓണർ ഒക്കെ ആയ ഒരു മെയിൽ എനർജിയാണ് കാണിക്കുന്നത്. പക്ഷെ ഒരു ഫീമെയിൽ ആവാം, മെയിൽ എനർജിയുള്ള ഒരു ഫീമെയിൽ എനർജിയും ആവാം ഇത്. ഓക്കെ, അങ്ങനെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഏരീസ് ആണത്. കുറച്ച് സ്വാർത്ഥതയുള്ള എനർജിയും കൂടിയാണിത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണം, എൻ്റെ കാര്യങ്ങൾ എപ്പോഴും നടന്നിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അതുപോലെ തന്നെ എല്ലാവരെയും ഇവരിൽ കുറച്ച് കാണുന്ന ഒരു എനർജിയാണ്. എന്ന് വെച്ചാൽ ഞാനാണ് ഏറ്റവും വലിയ ആൾ, മനസ്സിലായോ? ബാക്കി എന്നെ ഇപ്പം ഇങ്ങനെയുള്ള ഒരു എനർജിനെ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾക്ക് ആ പേഴ്സൺ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ ഉടനെ നമുക്കത് ഒരു റിട്ടേൺ ഗിഫ്റ്റ് എന്തെങ്കിലും തരും. എന്ന് വെച്ചാൽ കടപ്പാടുകളില്ലാത്തൊരു എനർജിയാണ്. ഞാൻ ആരോടും കടപ്പാട് വേണ്ട എനിക്ക്,
കാരണം എനിക്ക് 10 രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 10 രൂപ തിരിച്ചു തന്നിട്ടുണ്ട്, അതോടെ നമ്മൾ തമ്മിലുള്ള കടബാധ്യതകൾ തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. റിലേഷൻഷിപ്പിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്വന്തം ഈ പേഴ്സണ് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ഇത് തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ എനർജി ആണെങ്കിൽ നല്ല പണിയാണ്. ഓക്കെ. ഏസ് ഓഫ് കപ്സ് സ്നേഹം. പേജ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു അമ്മയും മക്കളും തമ്മിലുള്ള എനർജി, അച്ഛനും മക്കളും തമ്മിലുള്ള എനർജി, ബ്രദർ സിസ്റ്റേഴ്സ് തമ്മിലുള്ള എനർജി, ഫ്രണ്ട്സ് തമ്മിലുള്ള എനർജി, അങ്ങനെയൊക്കെ ആയിട്ട് വരാം. ഈ സ്നേഹം നമുക്ക് ലവറിനോട് മാത്രമല്ലല്ലോ, അച്ഛനോടും അമ്മയോടും ബ്രദറിനോടും സിസ്റ്ററിനോടും ഫ്രണ്ട്സിനോടും നമ്മളെ ഗേൾഫ്രണ്ടിനോടും മൃഗങ്ങളോടും എല്ലാം നമുക്ക് സ്നേഹമുണ്ട്. പല തരത്തിലുള്ളതാണെന്ന് മാത്രം, പല ഗ്രേഡിലുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു പേജ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് കാണിക്കുന്നത് കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ വിചാരിച്ച സ്നേഹമുണ്ട്, പക്ഷേ വിചാരിച്ച പോലെ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ പേഴ്സൺ അപ്പോൾ ഈ ലൈഫിലേക്ക് വന്നേക്കുന്ന തേർഡ് പാർട്ടി അത്ര പവർഫുൾ അല്ലായിരിക്കും. അപ്പോൾ അവരെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ വിചാരം അവരവിടെ ഇരുന്നോളും. മനസ്സിലായോ? നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും അവർ നോക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ. ഇതൊരു പുതിയ റിലേഷൻഷിപ്പാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് ജനറലി ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഈ പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാനോ വൈഫ് ആവാനോ ചാൻസ് ഉണ്ട്. ലീഗൽ റിലേഷൻഷിപ്പാണിത് നിങ്ങൾ തമ്മിൽ. പിന്നെ തേർഡ് പാർട്ടി. ഓക്കെ. തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിവാഹമല്ല. തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണ് വിവാഹമോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും വേണ്ട. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഒരു ഈഗോ ബൂസ്റ്ററാണ്. എന്ന് വെച്ചാൽ ഒരു യങ് എനർജിയാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം മേടിച്ചു കൊടുക്കുന്നു, അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വയ്ക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഇതൊരു NGO നടത്തുന്ന ഒരാളായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു പവർ വേണം. ഈ പേഴ്സണ് പവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ചവിട്ടുപടിയായിട്ടാണ് ഈ തേർഡ് പാർട്ടി യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ഈ പേഴ്സണ് എപ്പോഴും ഞാൻ വലിയ ആളാണെന്ന് എന്നോട് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരാളെ വേണം. അതാണ് തേർഡ് പാർട്ടി ഈ പേഴ്സണ്. ഇത് കമ്മിറ്റ്മെൻ്റ് ഒന്നുമുള്ള ഒരു എനർജി അല്ല, റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി. അത് ഈ തേർഡ് പാർട്ടി അല്ല, ഏത് തേർഡ് പാർട്ടി ആണെങ്കിലും ഒരു വില കൊടുക്കില്ല തേർഡ് പാർട്ടിക്ക്. അങ്ങനത്തെ ഒരു ആളാണ്. ഞാനാണ് ഏറ്റവും വലിയ പവർഫുള്ളായ ആൾ, എൻ്റെ കീഴിലാണ് എല്ലാവരും, എൻ്റെ കൺട്രോളിലാണ് എല്ലാവരും എന്നൊരു ചിന്തയുള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടി വെറും ഒരു വൺ ഓഫ് ദ തേർഡ് പാർട്ടീസ്, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണെന്ന് ടോറസ് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് അതേസമയം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻ ഇതല്ല. മനസ്സിലായി? തേർഡ് പാർട്ടി ഒരു ഫ്യൂച്ചർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് വേണം. എന്നെങ്കിലും അവർക്ക് അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരാളെ വിവാഹം കഴിക്കണം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഇവർ യൂസ് ചെയ്യുന്നതാണ്. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ മാരേജാണ്. നല്ല പവർഫുള്ളായ ഇഷ്ടംപോലെ പണമുള്ള ഒരാളെ വിവാഹം കഴിക്കണം, നല്ല പൈസയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ പൈസയുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കണം. ഇതാണ് തേർഡ് പാർട്ടിയുടെ എക്സ്പെക്റ്റേഷൻ. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന പോലെ തേർഡ് പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്നത് തേർഡ് പാർട്ടിക്ക് ഇഷ്ടമല്ല, ഈ തേർഡ് പാർട്ടി. അപ്പോൾ അതാണ് ഈ ഒരു എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ ടൈപ്പുള്ള ഒരു എനർജിയെ അല്ല തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത് ഒരു പാർട്ട്ണറായിട്ട്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഇഷ്ടമല്ല. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഓക്കെ കുഴപ്പമില്ല എന്നൊരു മൈൻഡിലാണ് കൊണ്ടു നടക്കുന്നത്. ഓക്കെ ഫൈൻ. ഇത് ഏരീസാണ്. ടോറസ്. ഏരീസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഒരു ഹാപ്പി അല്ല. കാരണം തേർഡ് പാർട്ടിക്ക് സ്വന്തമായിട്ട് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഇതൊരു യങ് എനർജി ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ വിചാരം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ യങ് എനർജീസിനെ നമ്മൾ അങ്ങനെയല്ല വിചാരിക്കും. കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വിചാരം. കാരണം നമ്മളുടെ ചിലവിലാണ്, അവരുടെ കാര്യങ്ങളെല്ലാം നമ്മളാണ് നോക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമുക്ക് അടിച്ചമർത്തി വെക്കാം അവർക്ക് പൈസ അവർ സ്വയം സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ, അവരെ ഫ്രീഡം കിട്ടുമ്പോൾ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെയാണ് കാണിക്കുന്നത്.
ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഞാൻ മൂന്നാമത്തെ റീഡിങ് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഒരു അത്യാവശ്യമുണ്ട്, ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വരാം.